ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ക്ലാസിക്കൽ തിയറി കവർ ചെയ്തു. അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസ്, എൽട്ടൺ മേയോൻ്റെ ഹ്യൂമൻ റിലേഷൻസ് തിയറി, ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്, ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു. അതിനുശേഷം ഹെർബർട്ട് സൈമൻ്റെ ഡിസിഷൻ മേക്കിംഗ് വരെയാണ് നമ്മൾ എടുത്തത്. ഇന്ന് മുതൽ നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ബിഹേവിയറൽ അപ്രോച്ച്. നമ്മൾ സിലബസിൽ തന്നെ കൊടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ക്ലാസിക്കൽ തിയറി കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ള ബിഹേവിയറൽ അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ക്ലാസിക്കൽ തിയറീസിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, അത് നമ്മുടെ പുതിയൊരു ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരു തന്തവൈബ് തിയറീസാണ്. ഹ്യൂമൻ ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കണക്കിൽ എടുക്കാതെ വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ പറയും. മനുഷ്യനെ കുറിച്ച് യാതൊരുവിധ ഡിസ്കഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എൽട്ടൺ മേയോ വരികയും ഹോത്തോൺ എക്സ്പെരിമെൻറ്റ്സ് വഴി അദ്ദേഹം തെളിയിക്കുകയും ചെയ്തെന്ത്, ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ, ഹ്യൂമൻ ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അത് വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായി നമ്മൾ പഠിച്ചു. ഇതിന് ശേഷം ഇത് വേറൊരു രീതിയിൽ ഉള്ള അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇതിലെ മാസ്ലോൻ്റെ ആയാലും ശരി, ഹെർസ്ബർഗിൻ്റെ ആയാലും ശരി, മെക്ഗ്രിഗറിൻ്റെ ആയാലും ശരി, നമുക്ക് ഓരോ വ്യക്തികളുടെ പെരുമാറ്റത്തെ, ബിഹേവിയറെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നമ്മൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബിഹേവിയർ നമുക്കിതിൽ ഈ പറഞ്ഞ തിയറികളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും, നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഒരു മാനേജർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളെ മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, എന്താണ് അവരുടെ മോട്ടിവേഷൻ, ഇതൊക്കെ അറിഞ്ഞാലാണ് കൂടുതലായിട്ട് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ബിഹേവിയറിൽ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസിക്കൽ അപ്രോച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റ് ചെയ്തിപ്പോൾ ഈ പറഞ്ഞ ഹ്യൂമൻ എലമെന്റ് അവർ മിസ് ചെയ്യുകയുണ്ടായി. ഇത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫ് എ ഓർഗനൈസേഷണൽ എംപ്ലോയീസ്, അതായത് ഹ്യൂമൻ റിലേഷൻസിൽ ചെക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് ചെക്ക് ചെയ്തത്. അപ്പോൾ ബിഹേവിയറൽ അപ്രോച്ചുമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഇൻസൈഡ് എങ്ങനെയാണ്, ഒരു വ്യക്തി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൽ അല്ലാതെ തന്നെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് അയാളുടെ പെരുമാറ്റത്തിൻ്റെ മോട്ടിവേഷൻ, അയാളുടെ ബിഹേവിയർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് അന്വേഷിക്കുന്ന കുറച്ച് തിയറീസാണ് ബിഹേവിയറൽ അപ്രോച്ച്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓർഗനൈസേഷനിൽ വരുന്ന ഒരു മനുഷ്യനെ പഠിച്ചുകൊണ്ട് മാത്രം, ഇൻസൈഡ് ഓർഗനൈസേഷൻ നിങ്ങൾ ഒരു വ്യക്തിയുടെ ബിഹേവിയർ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വ്യക്തികളുടെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, മൊറേൽ, അവരുടെ മറ്റുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് ഓർഗനൈസേഷൻ വിട്ടുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എന്തിനാണ് ഓർഗനൈസേഷനിൽ വരുന്നത്, ആദ്യം ഇത് പഠിക്കണമല്ലോ. ഒരു ഓർഗനൈസേഷനിൽ എന്തിനാണ് വരുന്നത് എന്ന് കൂടി നമ്മൾ പഠിക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അവരുടെ അഭിലാഷങ്ങൾ, അവരെങ്ങനെയാണ് ജീവിതത്തിൽ അയാളെ മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലേ ഓർഗനൈസേഷനിൽ ഇത് ബെനിഫിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ എന്തുകൊണ്ട് ബിഹേവിയറൽ അപ്രോച്ച് പഠിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ഇത് അപ്ലൈ ചെയ്യാനാണ്. എന്നാൽ അതിൻ്റെ അപ്ലിക്കേഷൻ മാത്രമേ ഓർഗനൈസേഷൻ ലെവലിലുള്ളൂ. പഠിക്കുന്നത് ആക്ച്വലി ഒരു വ്യക്തിയുടെ അകമേയുള്ള അവരുടെ എന്താ പറയുക, എന്തൊക്കെയാണ് ഒരു വ്യക്തി എന്നുള്ളതിൻ്റെ അകമേയുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, behavioral approach refers to scientific study of human being in diverse administrative settings. The subject matter of this approach is human behavior, and it derives all conclusion from therefrom. Okay, it tries to understand why our officials and public employees act as they do. It applies various tools from behavioral science
to understand human behavior in varied administrative situations. Instead of focusing on rules and regulation, it conducts a scientific study of individual and group behavior in different cultural contexts. Okay, to this end, the organization have been viewed as a social system where interpersonal relations among the employees and their formal communication are given due weight. It is believed that understanding the internal dynamics of administration has a direct bearing with the behavioral understanding of its employees. ഇതിൽ ആദ്യം പഠിക്കുന്ന വ്യക്തിയാണ് അബ്രഹാം മാസ്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് അല്ലെങ്കിൽ കൂടി പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അബ്രഹാം മാസ്ലോന്റെ നീഡ് ഹൈറാർക്കിയെ കുറിച്ചും ഒക്കെ, ഈ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ അവിടെ കാണാം, സോഷ്യോളജി പഠിക്കുകയാണെങ്കിൽ അവിടെ കാണാം. ഓക്കെ, ഇതാണ് ഈ ബിഹേവിയറൽ അപ്രോച്ചിന്റെ പ്രത്യേകത. ഇത് ഈ പറഞ്ഞ ഒരു അഡ്മിനിസ്ട്രേഷന് മാത്രം വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു തിയറി അല്ല ഇത്. ഇത് ആക്ച്വലി ഇന്റർ സബ്ജക്റ്റ് ആണ്, പല ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ്. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അബ്രഹാം മാസ്ലോനെ കാണാം, ഫ്രെഡറിക് ഹെഴ്സ്ബർഗിനെ കാണാം, അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരെയും കാണാം, ഈ ഡഗ്ലസ് മെഗ്രിഗറിനെ കാണാം. ഓക്കെ, ഇതൊക്കെ പല സ്ഥലങ്ങളിലും വേറെ പഠിക്കുന്നതാണ്. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിൽ നമുക്ക് ഇവരെ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ ഭാഗമാക്കിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മാൻ ഈസ് എ വാണ്ടിങ് അനിമൽ. എപ്പോഴും മനുഷ്യന് പല ആവശ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓൾവേസ് ഹി നീഡ് സംതിങ് ടു ഡിറൈവ്. ഓക്കെ, ഹി ഹാസ് സം നീഡ് ഡ്രൈവിംഗ് ഹിം ടു ആക്ഷൻ. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന പല ആവശ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ഇത് ഒരു ഹൈറാർക്കിയുടെ ഒരു പടിപടിയായിട്ടുള്ള ഒരു നീഡ്സ് ആയിട്ടാണ് ഹ്യൂമൻ ബിഹേവിയറിൽ കാണുന്നത്. ഇത് പ്രയോറിറ്റിയിലാണ് അത് ഇങ്ങനെ തട്ടായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം വേണ്ടത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം അടുത്തത്, അത്തരത്തിലൊരു തട്ടായിട്ട് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നതാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. പിന്നെ വേറൊരു ഒരു കാര്യം പറയുന്നത്, ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു മോട്ടിവേഷൻ അല്ല, പിന്നെ അതിന് തൊട്ട് മുകളിലുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അയാളുടെ മോട്ടിവേഷൻ കംപ്ലീറ്റ്. അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഭക്ഷണത്തിന് നീഡ് കഴിഞ്ഞ് ഇനി അതിനുശേഷം വേറെ പല അതുപോലെ ഭക്ഷണം. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അടുത്ത സ്ലൈഡിലുണ്ട്. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ഹൈറാർക്കിയിൽ 5 സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് തലത്തിൽ ഫിസിയോളജിക്കൽ നീഡ്സ്, അതിനുശേഷം സേഫ്റ്റി നീഡ്സ്, മൂന്നാമത്തത് സോഷ്യൽ നീഡ്സ്, അതിനുശേഷം നാലാമത്തത് എസ്റ്റീം നീഡ്സ്, അഞ്ചാമത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, ഇതാണ് ഈ നീഡ് ഹൈറാർക്കിയുടെ പാറ്റേൺ. നമുക്ക് ഓരോന്ന് എങ്ങനെയാണ് നോക്കാം. ആദ്യത്തത് ബേസിക് സർവൈവൽ നീഡ്സ് ആണ്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിക്കുന്നില്ല, ഭക്ഷണം, പാർപ്പിടം, വെള്ളം, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക ബേസിക് ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് മനുഷ്യന്റെ മോട്ടിവേഷൻ ഉണ്ടാവുക. ഇതിന് ശേഷമേ വേറൊരു ആവശ്യങ്ങളിലേക്ക് വേണ്ടി മനുഷ്യന്റെ കണ്ണ് പതിയൂ, അത് മോട്ടിവേറ്റ് ചെയ്ത് അതിലേക്ക് പോകൂ എന്നാണ് മാസ്ലോ പറയുന്നത്. നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ ഇല്ലാതിരിക്കുക, വെള്ളം ഇല്ലാതിരിക്കുക, അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം ബാക്കി എന്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇതുണ്ടെങ്കിലേ നമുക്ക് സർവൈവലിന് ഒരു സ്കോപ്പ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഫസ്റ്റ് പ്രൈമറി ഫോക്കസ്. ഓക്കെ, അതിനുശേഷം വരുന്ന നീഡാണ് സേഫ്റ്റി നീഡ്സ്. അതായത് സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, അതായത് ജോബ് സെക്യൂരിറ്റി ആയിരിക്കാം. അതുപോലെ തന്നെ ഫാമിലി ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നോക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫാമിലി എല്ലാവർക്കും എന്താ പറയുക ഓക്കെ ആണോ, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ലെവലിൽ ആയിട്ട് വരുന്ന നീഡ്സ് ആണ് ഇത്.
ഓക്കെ. അതിനുശേഷം പിന്നെ വരുന്നതാണ് സോഷ്യൽ നീഡ്സ്. ഈ രണ്ടും സെറ്റ് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു നമ്മുടെ അതൊരു ഫാമിലിയിൽ തന്നെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആണോ? നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അത്തരത്തിലുള്ള ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണോ നമ്മുടെ സൊസൈറ്റി, നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ്, ഇതിലൊക്കെ നമ്മളെ ആരെങ്കിലും കൂട്ടുന്നുണ്ടോ? ഈ കൂട്ടുന്നില്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒരു പ്രശ്നം, അതൊക്കെ ശ്രദ്ധിക്കുന്നത് തന്നെ ഈ പറഞ്ഞ രണ്ടാമത്തെ സേഫ്റ്റി നീഡ് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഓക്കെ. ആ സമയത്താണ് ഈ സോഷ്യൽ നീഡ്സിൽ വരുന്നത്. അതിനുശേഷം ഈ രണ്ടാമത്തെ സോഷ്യൽ നീഡും ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് നമ്മളെ ആരെങ്കിലുമൊക്കെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ പ്രാഞ്ചേട്ടൻ പറയില്ലേ, ഒരു പേരില്ല, അതാണ് കുഴപ്പം. എന്താ നിന്റെ പ്രശ്നം എന്ന് പ്രാഞ്ചേട്ടനോട് ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് എനിക്കൊരു പേരില്ല, അതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നമാണ് ഈ എസ്റ്റീം നീഡ്സിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. റെസ്പെക്റ്റ്, റെക്കഗ്നിഷൻ, സെൽഫ് വെർത്ത്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ നാലാമത്തെ സ്റ്റേജിലാണ്. ഇനി നാലാമത്തെ സ്റ്റേജും കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ. ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ മനുഷ്യന് യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ല എന്നാണ് മാസ്ലോ പറയുന്നത്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് അതിന് നമുക്ക് സെപ്പറേറ്റ് സ്ലൈഡിൽ പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മാസ്ലോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ചില സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹൈറാർക്കി തെറ്റിക്കണ ഒരു കാര്യങ്ങൾ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സേഫ്റ്റി നീഡ് ഒരു അല്ല കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യാതെ തന്നെ പലർക്കും ഈ പറഞ്ഞ റെസ്പെക്ട്, റെക്കഗ്നിഷൻ വേണമെന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവരുടെ മോട്ടിവേഷൻ കംപ്ലീറ്റ് അതിലായിരിക്കും. സോഷ്യൽ നീഡ്, നമ്മളെ വീട്ടുകാരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ നല്ലവനായ ഉണ്ണിയാണോ, അതൊന്നും ഒരു പ്രശ്നമല്ല. അവർക്ക് ഈ സെൽഫ് റെസ്പെക്ട് കിട്ടാൻ വേണ്ടി, റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ചില ആൾക്കാർ എന്താ വിചാരിക്കുക, ചില സിനിമ നടനാവാനായിരിക്കും, ആ ഫിലിമിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അത് മാത്രമായിരിക്കും അവരുടെ മോട്ടിവേഷൻ. അതിൽ പല സാധനങ്ങളും ഇതിൽ പോകുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ US അങ്ങനെയുള്ള, അല്ലെങ്കിൽ UK അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ജീവിക്കാനായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ബാക്കി അതിന് താഴെ വരുന്ന പല ഹൈറാർക്കീനും ബ്രേക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്കിത് എല്ലായിടത്തും വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു പൊതുവായ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ചില അബറേഷൻസ് ഉണ്ടാവും, അതങ്ങനെ ആണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഇത് ഈ മോട്ടിവേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ. ഇത് ആക്ച്വലി ഇതിന് ഒരുപാട് വിമർശനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതുപോലെ ഇങ്ങനത്തെ ഈ ഹൈറാർക്കി എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക, അത്തരത്തിലുള്ള പല വിമർശനങ്ങളും ഈ മാസ്ലോന്റെ തിയറിയോടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് 100% അഗ്രി ചെയ്ത തിയറികളല്ല. ഇത് ഒന്നും അങ്ങനെയുള്ളതല്ല. അതേപോലെ തന്നെ ഈ മാസ്ലോന്റെ തിയറി ഒരു എക്സെപ്ഷൻ അല്ല. ജസ്റ്റ് നമുക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. They possess an unusual ability. മീൻസ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടിയ ആളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൽ പറയുന്നത്. ഒരു ആൾക്കാർ ഫേക്ക് ആണോ, അതിൽ സത്യസന്ധത ഇല്ലാത്ത ആൾക്കാരാണോ, എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണോ, ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ വളരെ പെട്ടെന്ന് ഇവർ ഐഡന്റിഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവർ വളരെ ക്രിയേറ്റീവായിട്ടും അതുപോലെ വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇവരെന്നാണ് പറയാം. മീൻസ് വളരെ ഫേക്ക് ആയിട്ടുള്ള പെരുമാറ്റം, വളരെ ഫേക്ക് ആയിട്ടുള്ള സ്നേഹം, അല്ലെങ്കിൽ ചില ബിഹേവിയർ അത്തരത്തിലൊന്നുമില്ല, വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന ക്യാരക്ടർ ആയിരിക്കും ഇവരുടേത്. അതുപോലെ തന്നെ വളരെയധികം എന്താ പറയുക കുറ്റബോധം, അതുപോലെ തന്നെ ഭയങ്കര നാണക്കേട്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ആൻസൈറ്റി ഒക്കെ, അത്തരത്തിലുള്ള ബിഹേവിയറിൽ ഒന്നും ഇല്ലാത്ത വളരെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും.
അതുപോലെ തന്നെ അവർക്ക് ലൈഫിൽ ഒരു മിഷൻ ഉണ്ടായിരിക്കും, ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ലൈഫിൽ. ഓക്കെ. പിന്നെ അവർക്ക് വളരെ ഈ എക്സ്റ്റസി, ഇൻസ്പിരേഷൻ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കണ്ട. വളരെ ചെറിയ ചെറിയ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സാഹിത്യകാരന്മാരൊക്കെ പറയില്ലേ, ഒരു എന്താ പറയുക, ഒരു റോസാപ്പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷം, അസ്തമയം കണ്ടു കഴിഞ്ഞാൽ, മഴ കണ്ടു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ഏഹ്, വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെയധികം ഇൻസ്പിരേഷനും അതിൽ വളരെ സന്തോഷം കണ്ടിരിക്കും. സാധാരണ മനുഷ്യന്മാർക്ക് എന്തിനും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം, എന്നാലൊക്കെയാണ് അവർക്ക് അത്തരത്തിലുള്ള എക്സ്റ്റസി, ഇൻസ്പിരേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ അവർ വളരെ പ്രൈവസി, അതുപോലെ ഡിഗ്നിറ്റി, അതുപോലെ വലിയ അവർ സ്വന്തം കാര്യത്തിൽ ഓട്ടോണമി, ഓക്കെ, ഇതൊക്കെ എന്താ പറയാ, ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ അവർ സ്വന്തം കാര്യത്തിന്, സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നവരും കൂടിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ദേ ഹാവ് എ ഡീപ് ഫീലിംഗ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, സിമ്പതി ആൻഡ് അഫെക്ഷൻ ഫോർ മാൻ കൈൻഡ്. മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു വ്യക്തിക്ക് എന്താ പറയാ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനോട് ഒത്തുചേർന്ന് എന്താ പറയാ, അത് ഫീൽ ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള വ്യക്തികളാണ്. ഒക്കെ. അതുപോലെ തന്നെ വളരെ കുറച്ച് പേരായിട്ട് വലിയ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. വളരെ ഡെമോക്രാറ്റിക് ആയിരിക്കും, വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട് തീരുമാനിക്കുക അങ്ങനെയൊന്നുമില്ല. വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും. അതുപോലെ തന്നെ ദേ ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് മീൻസ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. തെറ്റ് ശരി എന്താണ്, ലക്ഷ്യം ഏതാണ്, മാർഗം ഏതാണ്, ഇതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. ഇതാണ് മാസ്ലോന്റെ സെൽഫ് ആക്ച്വലൈസേഷന്റെ തിയറി. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറാർക്കി ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുന്നേ ഞാൻ നേരത്തെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഇത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ വേറെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു മോട്ടിവേഷൻ തിയറിയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ആള് പോവാം. അടുത്ത ആളാണ് ഹേഴ്സ്ബർഗ്. ഫ്രെഡറിക് ഹേഴ്സ്ബർഗ് എന്നാണ് പേര്. ഇദ്ദേഹത്തിന്റെ തിയറിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം പറയുന്നത് ഒരു 2 ഫാക്ടർ തിയറിയാണ് എടുക്കുന്നത്. ഓക്കെ. ഇത് വളരെ ജോബ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, ഈ ബിഹേവിയറൽ തിയറിയാണ്. നേരത്തെ മാസ്ലോന്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ അകത്താണോ അല്ലയോ എന്നുള്ളതൊരു പ്രശ്നമേ അല്ല അവിടെ, അല്ലേ? അത് എവിടെയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ. ഇത് മോസ്റ്റ്ലി ഹെൽസ്ബർഗിന്റെ തിയറി മോസ്റ്റ്ലി ഓർഗനൈസേഷനിൽ അപ്ലിക്കബിൾ ആണ്. അതല്ലെങ്കിൽ തന്നെ നമുക്കൊരു ഫാമിലി സെറ്റപ്പിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന്റെ വാലിഡിറ്റി അവിടെയുണ്ട്. ഓക്കെ. അതിൽ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ്, ഒന്ന് മോട്ടിവേറ്റേഴ്സ് ഫാക്ടേഴ്സ്. ഓക്കെ. ഹൈജീൻ, മോട്ടിവേറ്റേഴ്സ്. ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈജീൻ ഒരു വാക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈജീൻ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമില്ല. ഓക്കെ. ഹൈജീൻ ഇല്ലെങ്കിലേ പ്രശ്നം, അല്ലേ? ഹൈജീൻ ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്, ഉണ്ടെങ്കിൽ അത് നോർമലാണ്. ഓക്കെ. മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റിംഗ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ടറി എലിമെന്റ് ആണ്, ഒരു എക്സ്ട്രാ ആഡിങ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഹൈജീൻ ഫാക്ടർ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ. ഉണ്ടെങ്കിൽ അത് നോർമലാണ്. മോട്ടിവേറ്റർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലെങ്കിൽ നോർമലാണ്, പക്ഷെ ഉണ്ടെങ്കിൽ അത് ഒരു എക്സ്ട്രാ ഒരു ആഡിങ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കൂടുതൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് കിട്ടുന്ന ഒരു സാധനം പോലെയാണ്. ഓക്കെ. അങ്ങനെയാണ് ഇതിനെ 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഓരോന്ന് നോക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ഈ ഹൈജീനിൽ പറയുന്നതാണ്. These factors can cause dissatisfaction if they are absent, but don't necessarily motivate employees. 5 factors that are strong determinants of job dissatisfaction are company policy and administration, supervision, salary, interpersonal relationship, working condition. ഈ കാര്യങ്ങൾ പ്രോപ്പർ അല്ലെങ്കിലാണ് പ്രശ്നം. ഓക്കെ. പ്രോപ്പർ ആണെങ്കിൽ അത് വലിയ കാര്യമല്ല അത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി നമ്മൾ ഒരു 500 രൂപ കൊടുത്തു. ഓക്കെ. അയാൾ തിരിച്ചു തന്നില്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഓക്കെ. ഇനി അയാൾ തിരിച്ചു തരിക എന്നുള്ള നോർമൽ അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലേ? അയാൾ വലിയൊരു കാര്യമൊന്നുമല്ലല്ലോ ചെയ്തത്.
അത്തരത്തിലൊരു നമുക്ക് ഇതിനെ ഒരു അനോളജി യൂസ് ചെയ്യാൻ തോന്നുന്നു. അതായത് നമുക്കൊരു വ്യക്തി പൈസ വാങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ കൊണ്ട് തരിക എന്നുള്ളത് അയാളുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പം അയാൾ തരുന്നേ ഇല്ലെങ്കിൽ അതാണ് പ്രശ്നം. ഓക്കെ, അയാൾ തിരിച്ച് തന്നു എന്നുള്ളത് അയാളുടെ വലിയ മഹത്വമോ അല്ലെങ്കിൽ അത് വലിയൊരു സംഭവമല്ല. അയാളൊരു ആവശ്യത്തിന് വാങ്ങി നമുക്ക് തിരിച്ചു തന്നു. ഓക്കെ, അപ്പോൾ അത് നോർമലാണ്. അത് ഈ ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അത് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരിക്കണം. സാലറി അയാൾക്ക് പ്രോപ്പർ കിട്ടുന്ന സാലറി അയാൾക്ക് തികയുന്ന സാലറി ആയിരിക്കണം. അയാളുടെ ജീവിതത്തിൽ തികയാത്ത ഒരു സാലറി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അല്ലേ. സാലറി പ്രോപ്പർലി അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാലറി ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ല. കാരണം അയാൾ ജോലി ചെയ്യുന്ന ആളാണ്. സൂപ്പർവിഷനിൽ നമ്മളെ സൂപ്പർവിഷൻ ചെയ്യുമ്പോൾ വല്ലാതെ എന്താ പറയുക, വളരെ അരഗൻ്റ് ആയിട്ട് വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് പ്രശ്നം. അതല്ലാതെ ചെയ്യുന്നത് നോർമലാണ്. ഒരു ഡിഗ്നിറ്റി കൊടുത്ത് ഒരാളെ അയാളോട് ചെയ്യേണ്ട കാര്യങ്ങൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് അയാളെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് സൂപ്പർവിഷൻ. ഓക്കെ, അതല്ലാതെ വരുമ്പോഴാണ് ഇത് പ്രശ്നം. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വർക്കിംഗ് കണ്ടീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വാഷ്റൂംസ് വൃത്തിയുള്ള വാഷ്റൂംസ് ആണോ, വർക്കിങ്ങിൽ പ്രോപ്പർലി ലൈറ്റിംഗ് ഉണ്ടോ, അതുപോലെ തന്നെ AC ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ വർക്കിംഗ് കണ്ടീഷനിൽ പെടുന്നതാണ്. പ്രോപ്പർ ടീ കോഫി ബ്രേക്ക് ടൈം ഉണ്ടോ, ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ അതൊരു നോർമൽ തിങ് ആണ്. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അതൊരു ഡിസാറ്റിസ്ഫാക്ഷനെ ലീഡ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇതൊക്കെയാണ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ്റെ കാര്യങ്ങൾ. ഇനി നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാം. These factors are intrinsic to the job in itself, can lead to increased satisfaction and motivation. Five factors are factors that are strong determinants of job satisfaction are achievement, recognition, attraction of work itself, responsibility and advancement. ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഒന്ന്, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്തു, അതുപോലെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തു, നമ്മുടെ കൊളീഗ്സ്, മാനേജ്മെൻറ്റ്, നമ്മുടെ വർക്ക്, നമ്മളെ ഹാർഡ് വർക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും. ഈവൻ നമുക്ക് ജോലി ചെയ്ത് നമുക്ക് സാലറി തരുന്നുണ്ട്, അപ്പോൾ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളെ പുകഴ്ത്തുക, അതിനൊന്നും മാനേജ്മെൻറ്റിന് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ സ്വന്തം വർക്കിനോടുള്ള നമ്മുടെ താല്പര്യം, എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കത് ചെയ്യുമ്പോൾ ഒരു ത്രില്ല്, ഇതൊക്കെ ജോബ് സാറ്റിസ്ഫാക്ഷനിൽ വരും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരിക, അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവും. കരിയർ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും. ഓക്കെ, ഇതിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം. ഇതെന്താ വെച്ചാൽ രണ്ട് വിഭാഗമായിട്ട് ആൾക്കാരെ തരംതിരിക്കാൻ. ഓക്കെ, ഒന്ന്, ഒരു വിഭാഗം ആൾക്കാരുണ്ട്, ഇവർ ഹൈജീൻ സീക്കേഴ്സ് ആയിരിക്കും. ഇവർക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഇവരുടെ ബിഹേവിയർ. ഓക്കെ, രണ്ടാമത്തെ കൂട്ടർ മോട്ടിവേഷൻ സീക്കർ ആയിരിക്കും. ഇവരുടെ ബിഹേവിയർ വേറെ തരത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള വ്യക്തിയാണ് ഇതിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ചില ആൾക്കാർ പറയും, ഞാൻ നിങ്ങൾക്ക് പ്രൊമോഷൻ തരാം, നിങ്ങളെ അത് ചെയ്യാം ഇത് ചെയ്യാം. ഈവൻ ജെനുവൽ ആണെങ്കിൽ കൂടി ചില ആൾക്കാർക്ക് അവർക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാനേ പറ്റില്ല. കാരണം അവരതിനൊന്നുമല്ല ജോലിക്ക് വരുന്നത്. ഓക്കെ, അവർ ജോലിക്ക് വരുന്നത് വേറെ ഒരു സെറ്റ് ഓഫ് റീസൺ ആണ്. ഓക്കെ, അതെന്താണെന്നാണ് ഇതിൽ പറയുന്നത്. ഹൈജീൻ സീക്കർ എന്താണ്, മോട്ടിവേഷൻ സീക്കർ എന്താണ്, ഇത് രണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, പഠിച്ച് വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഒരു സൂപ്പർവൈസർ ആയിരിക്കുമ്പോൾ, ഒരു മാനേജർ ആയിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ഹൈജീൻ സീക്കർ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്യുന്നത്, അതേപോലെ എന്താണ് ഒരു മോട്ടിവേഷൻ സീക്കർ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്തൊക്കെയാണ്, ഏതിലാണ് അവർ ഈ രണ്ട് ഫാക്ടറിൽ ഏതിലാണ് അവർ മുൻഗണന കൊടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ബിഹേവിയർ. ഓക്കെ, ഫസ്റ്റത്തെ മോട്ടിവേറ്റഡ് ബൈ നേച്ചർ ഓഫ് എൻവയൺമെൻറ്റ്, ഹൈജീൻ സീക്കർ. മോട്ടിവേഷൻ സീക്കർ മോട്ടിവേറ്റഡ് ബൈ നേച്ചർ ഓഫ് ദ ടാസ്ക്.
അത് മനസ്സിലായിണ്ടാവില്ലേ? എൻവയോൺമെന്റ് എത്തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് ഇത്? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ എത്തരത്തിലുള്ള ഓഫീസാണ്? വലിപ്പമുള്ള ഓഫീസാണോ, പേരുള്ള ഓഫീസാണോ, അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാർ നന്നായി ബിഹേവ് ചെയ്യുന്നുണ്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആ എൻവയോൺമെന്റ് ഒക്കെ കറക്റ്റ് ആണോ, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ, നല്ല സൂപ്പർവൈസർ ആണോ, നമ്മളോട് നന്നായിട്ട് പെരുമാറുന്നുണ്ടോ, നമ്മളെ എന്താ പറയുക വല്ലാത്തൊരു ഓട്ടോക്രാറ്റിക് രീതിയിലാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ നോക്കുന്നത്. അത് ഒക്കെ അതാണ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാൽ മോട്ടിവേഷൻ സീക്കറിനെ കാര്യം സംബന്ധിച്ചത് അവരെ സംബന്ധിച്ച് നേച്ചർ ഓഫ് ടാസ്ക്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്, എന്ത് ടാസ്ക്കാണ് താൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അപ്പം അതിലാണ് ശ്രദ്ധ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു കേസ് അന്വേഷണത്തിന് പോയി. അപ്പോൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോൾ ചില ആൾക്കാർക്ക് ഇത് എന്ത് നാടാണ്, ഇവിടെ കിടന്നിട്ടാണ് നമ്മൾ കഷ്ടപ്പെടണം എന്നൊക്കെ, ഈ സ്ഥലത്തൊരു മര്യാദയ്ക്കൊരു ചായക്കട പോലും ഇല്ല എന്നൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയാണെന്നൊക്കെ. മറ്റാളെ സംബന്ധിച്ചോളം അയാളെ സംബന്ധിച്ചോളം ഓക്കെ നമ്മൾ വലിയൊരു റിമോട്ടായിട്ടൊരു ഏരിയയിൽ വന്ന് ഒരു കള്ളനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ത്രില്ലിലായിരിക്കും അയാൾ. ഇപ്പോഴത്തെ ആൾക്ക് ഇതിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഈ കള്ളനെ പിടിച്ചാലെന്ത് പിടിച്ചില്ലെങ്കിൽ, പക്ഷെ അയാളെ സംബന്ധിച്ച് അയാൾ ജീവിക്കുന്ന ഒരു എൻവയോൺമെന്റ് അതൊക്കെ പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ പെട്ടെന്ന് വരും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഹൈജീൻ സീക്കേഴ്സ്. Chronic and heightened dissatisfaction with various aspects of job context, example salary, supervision, working conditions, status, job security, company policy and administration, fellow employees. ഇത് നേരത്തെ പറഞ്ഞ ഈ ഹൈജീൻ സീക്കറാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് എന്താ പറയുക ഡിസാറ്റിസ്ഫാക്ഷൻ ആവും ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ. ഓക്കെ, എന്നാൽ മോട്ടിവേഷൻ സീക്കറെ സംബന്ധിച്ചോളം ഇതൊക്കെ സഹിക്കാൻ അയാൾ തയ്യാറായിരിക്കും. വളരെയധികം അത് സാരില്ല, അത് അയാൾ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് തന്നെ ബിഹേവ് ചെയ്ത് നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചുള്ള ആൾ ചിരിക്കണം എന്നുള്ളതാണ് ഈ ജോബ് ഹൈജീൻ സീക്കറുടെ നിർബന്ധം. അയാൾ ചിരിച്ചില്ലെങ്കിൽ ഇയാൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, മോട്ടിവേഷൻ സ്പീക്കർ നമ്മൾ അയാളുടെ താല്പര്യം ചിരിച്ചില്ല, ഓക്കെ പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിയിൽ അത് എടുത്ത് മാറ്റും. മീൻസ് അങ്ങനെ അതൊക്കെ കറക്റ്റ് ആവണം എന്ന് ഒരു നിർബന്ധമില്ലാത്ത ഒരു രീതിയാണ്. ഓക്കെ, ഓവർ റിയാക്ഷൻ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ഇംപ്രൂവ്മെന്റ് ഇൻ ഹൈജീൻ ഫാക്ടർ. ഈ ഹൈജീൻ ഫാക്ടറിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രോപ്പറായി ഇംപ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഹൈജീൻ സീക്കർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്യും അതിനോട്. ഓക്കെ, മോട്ടിവേഷൻ സീക്കർക്ക് അത്ര വലിയ റിയാക്ഷൻ അതിനോട് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹൈജീൻ സീക്കറിനെ സംബന്ധിച്ചോളം ഇതിനൊക്കെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ളൂ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഇമ്പ്രൂവ് ചെയ്ത് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിൽ ഇത് ശരിയല്ല, തരുന്ന ചായ നോക്ക്, ഒരു എന്താ പറയുക പാല് പോലും ഒഴിച്ചിട്ടില്ല, അങ്ങനെ വീണ്ടും മീൻസ് ആദ്യം കോഫി കൊടുക്കുന്നത് പുതിയതായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇയാൾ പറയും ഓക്കെ കോഫി കൊടുത്തു തുടങ്ങി. ഓക്കെ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇയാൾ പറയും എന്ത് കോഫിയാണ് തരുന്നത്, ഒരു വാട്ടവെള്ളം പോലെയുണ്ട്, മനസ്സിലായി. അപ്പൊ അത് അയാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പോയി. ഇനി വേറെ എന്തെങ്കിലും കൊടുത്താലേ അയാൾക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇയാളെ സംബന്ധിച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളല്ല മോട്ടിവേഷൻ സീക്കർ. Overreaction of dissatisfaction when the hygiene factors are not improved. എന്തെങ്കിലും ഇത് മീൻസ് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് ഓവർ റിയാക്ഷൻ ഉണ്ടാവും, ഡിസാറ്റിസ്ഫാക്ഷൻ. മറ്റേ ആൾക്കാണെങ്കിൽ ഒരു മൈൽഡ് ഡിസ്കണ്ടന്റ് ഉണ്ടായിരിക്കും. മീൻസ് എന്തെങ്കിലും ഇത് ഹൈജീൻ ഫാക്ടേഴ്സ് ഇമ്പ്രൂവ്മെന്റ് വേണമെങ്കിൽ. ഓക്കെ, റിയലൈസസ് ലിറ്റിൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം അക്കംപ്ലിഷ്മെന്റ്. ഈ ഹൈജീൻ സീക്കറെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലിയിൽ എന്ത് വലിയ കാര്യം ചെയ്തു അതൊന്നും അയാളെ സംബന്ധിച്ചോളം വലിയ ഒരു പ്രശ്നമല്ല. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വർക്കും ചെയ്യില്ല. ഓക്കെ, ഏറ്റവും ടോപ്പ് സ്കോറർ ആവണം എന്നോ അങ്ങനെയൊന്നുമില്ല. ആ സാലറി കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ള ജോലി ചെയ്ത് എങ്ങനെ തട്ടിമുട്ടി പോയാൽ മതി എന്നുള്ളൊരു ലെവലിലായിരിക്കും. എന്നാൽ മോട്ടിവേഷൻ സീക്കർ ആണെങ്കിൽ റിയലൈസസ് ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം അച്ചീവ്മെന്റ്സ്. അടുത്തത് ഷോസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ദ കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ദാറ്റ് ഹി ഡസ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്ത് രീതിയിൽ ചെയ്യണോ അതുപോലെ തന്നെ പുതിയ ഇന്നോവേഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചോ ഒന്നും വലിയ ഇൻട്രസ്റ്റ് കാണിക്കില്ല.
പക്ഷേ ഒരു ക്വാളിറ്റി പാരാമീറ്റർ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് മീറ്റ് ചെയ്ത് പോവുക എന്നുള്ള ഇത് കാണിക്കും വേണം കേട്ടോ. ഹൈജീൻ സീക്കർ അത് കാണിക്കാതിരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർവൈസറുടെ കോളാണ്, മീൻസ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, എന്നാൽ ഒരു ക്വാളിറ്റിയുടെ കാണിക്കാൻ വേണ്ടി അത് അത്ര ഇത് ചെയ്യും. ഓക്കെ, ഷോസ് കപ്പാസിറ്റി ടു എൻജോയ് ദ കൈൻഡ് ഓഫ് വർക്ക് ദാറ്റ് ഹി ഡസ്. അയാൾ ചെയ്യുന്ന വർക്കിനോട് എൻജോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവും. സിനിക്കൽ വ്യൂ ഓൺ പോസിറ്റീവ് വെർച്യൂസ് ഓഫ് ദ വർക്ക് ആൻഡ് ലൈഫ് ഇൻ ജനറൽ. അതായത് എപ്പോഴും ഒരു എന്താ പറയുക, സിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദോഷം അല്ലെങ്കിൽ ഒരു കുറ്റം പറയുന്ന ഒരു ഇത്, വലിയ നല്ല വെർച്യൂ, നന്മ, അങ്ങനെയുള്ള സംഭവങ്ങളോട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ലൈഫ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾ ഒക്കെ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സഫർ ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതും ലൈഫിൽ മാത്രമല്ല, വർക്ക് എൻവയോൺമെന്റിൽ മാത്രമല്ല, ലൈഫിലും പൊതുവെ അങ്ങനെ തന്നെയായിരിക്കും. ലൈഫിലും അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ബെനിഫിറ്റ് മാത്രം നോക്കിയിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും അതിൽ. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഒരു വലിയൊരു വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കില്ല. ഓക്കെ, ഹാവ് പോസിറ്റീവ് ഫീലിങ്സ് ടുവേർഡ്സ് വർക്ക് ആൻഡ് ലൈഫ് ഇൻ ജനറൽ. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും ലൈഫിനോടും അതുപോലെ തന്നെ വർക്കിനോടും. ഡസ് നോട്ട് പ്രോഫിറ്റ് പ്രൊഫഷണലി ഫ്രം എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഇവർക്ക് വലിയ പ്രോഫിറ്റ് പ്രൊഫഷണലി കിട്ടില്ല ഈ ഹൈജീൻ സീക്കർക്ക്. എന്നാൽ പ്രോഫിറ്റ്സ് പ്രൊഫഷണലി ഫ്രം എക്സ്പീരിയൻസ് ഇവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് ഇവർ കറക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് തിരുത്താനുള്ള ഒരു കപ്പാസിറ്റി മോട്ടിവേഷൻ സീക്കറെ കാണിക്കുള്ളൂ. കാരണം അതിന് എന്ത് വേണം, വളരെയധികം പേഷ്യൻസ് വേണം, വളരെയധികം വാല്യൂ വേണം. മീൻസ് എന്തെങ്കിലുമൊക്കെ ത്യാഗത്തിനും ഒക്കെ അങ്ങനെയൊക്കെ നിന്നാലല്ലേ നമുക്ക് ഒരു ഓർഗനൈസേഷൻ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ പ്രോൺ ടു മേക്കിംഗ് കൾച്ചറൽ നോയ്സസ്. ചിലപ്പോൾ അവർ വളരെ അൾട്രാ ലിബറൽ ആയിരിക്കും, ചിലപ്പോൾ അൾട്രാ കൺസർവേറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ട്സ് മാനേജ്മെന്റ് ഫിലോസഫി. ഇവർ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് ഫിലോസഫി വളരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ആക്ട് ലൈക്ക് ടോപ്പ് മാനേജ്മെന്റ് ദെൻ ടോപ്പ് മാനേജ്മെന്റ് ഇറ്റ്സെൽഫ്. ഇവർ ഈ ഹൈജീൻ സീക്കേഴ്സ് ഇവർ തന്നെ ടോപ്പ് മാനേജ്മെന്റിനേക്കാൾ വലിയ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ബിലീഫ് സിസ്റ്റം സിൻസിയർ ആൻഡ് കൺസിഡർ. അതായത് ഒരു എന്താ പറയുക, ബിലീഫ് സിസ്റ്റം സിൻസിയർ ആൻഡ് കൺസിഡർ. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഒരു കമ്പനിയിൽ ഒരു സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടല്ലോ വ്യക്തികളോട് ഒക്കെയൊക്കെ ഉള്ളത്. ഒരു ചെറിയൊരു പൊസിഷൻ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ മറന്ന് അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ അല്ല ഇവരിൽ നിന്നുണ്ടാവുക. എന്നാൽ ഇത്തരത്തിൽ ഹൈജീൻ സീക്കർ ചെറിയൊരു പൊസിഷൻ കൂടി ചേഞ്ച് ചെയ്യുമ്പോഴേക്കും അവർ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് ആ പൊസിഷനിലുള്ള എന്തൊക്കെ പവർ ഇവർക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമോ അതെടുത്ത് എന്താ പറയുക ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല, മോട്ടിവേഷൻ സീക്കർക്ക് ഉണ്ടാവില്ല. മേ ബി സക്സസ്ഫുൾ ഓൺ ദ ജോബ് ബിക്കോസ് ഓഫ് ദ ടാലൻറ്റ് വളരെ ഉണ്ടെങ്കിൽ ഈ ഹൈജീൻ സീക്കർക്ക് സക്സസ്ഫുൾ ആവാം. എന്നാൽ മോട്ടിവേഷൻ സീക്കർ മേ ബി എൻ ഓവർ അച്ചീവർ. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും മോട്ടിവേഷൻ സീക്കേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഈ ക്യാരക്ടേഴ്സിനെ വെച്ച് പറയുന്നത്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഒരു എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇതൊന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ. വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ഹെഴ്സ്ബർഗിന്റെ തിയറി, 2 ഫാക്ടർ തിയറി. മാസ്ലോന്റെ തിയറിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഇതിൽ ഒരു 3 പ്രിപ്പോസിഷൻസ് ഈ മോട്ടിവേറ്റർ ആൻഡ് ഹൈജീൻ തിയറിയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തികളെ കാണുമ്പോൾ മനസ്സിലാക്കണം അവരുടെ മോട്ടിവേഷൻ എന്താണെന്ന്. ഓക്കെ, അത് ആ മോട്ടിവേഷൻ അനുസരിച്ചിട്ടേ നിങ്ങൾക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനും വർക്കുമായിട്ട് ബന്ധിപ്പിക്കാനും സാധിക്കുള്ളൂ, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനും സാധിക്കുള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള നമുക്ക് എത്ര കോൺട്രാസ്റ്റ് ഉള്ള ഒരു ബിഹേവിയർ ആണ് ഇതിൽ രണ്ട് ഹൈജീൻ സീക്കറും മോട്ടിവേഷൻ സ്പീക്കറും. ഓക്കെ, 1 സെക്കൻഡ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റ ടീമിനെ ഒറ്റയടിക്ക് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വിദ്യ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അവർ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവരുടെ പേഴ്സണാലിറ്റികൾ വ്യത്യാസമുണ്ട്. അപ്പം ആ പേഴ്സണാലിറ്റികൾ എന്താണ്, അതിൻ്റെ ട്രേറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടാനാണ് ഇത്തരത്തിലുള്ള തിയറികൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ മൂന്ന് നോക്കാം. First, it is basic to Herzberg's approach that job satisfaction and job dissatisfaction are not the opposite of one another. Rather, they are concerned with two different sets of man's needs. Therefore, opposite of job satisfaction is not the job dissatisfaction, but simply no job satisfaction. Likewise, opposite of the job dissatisfaction is lack of job dissatisfaction. Okay, so ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഡിസാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതിൻ്റെ വിപരീതം അയാൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതല്ല. അത്തരത്തിലുള്ള ഒരു രീതിയിൽ നിങ്ങൾ മാനേജ്മെൻറ്റിനെ കാണരുത്. ഓക്കെ, ഒരാൾ ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ആ ഡിസാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ മാറ്റി എന്ന് വിചാരിക്കുക, എന്നാൽ അയാൾ സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, അയാൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാതാവുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, ഇയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ജോബില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ അയാൾക്ക് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് നീഡ്സ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് അയാളെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഒരു വാഷ്റൂം കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ജോബ്, ഒരു ജോലി സ്ഥലം, എന്നിട്ട് അയാൾ നന്നാക്കി പോയി, എന്നിട്ട് പറയും, ഓ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയില്ലേ, അയാൾ അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന് ചോദിക്കില്ല. ഇപ്പം അങ്ങനെ സന്തോഷമാവില്ല. അത് സന്തോഷമല്ല, അത് ആ ഒരു യൂഷ്വൽ രീതിയാണ് ഒരു ഓർഗനൈസേഷനിൽ നല്ല ടോയ്ലറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കോഫി, അല്ലെങ്കിൽ അതുപോലെ AC, അങ്ങനത്തെ വർക്കിംഗ് കണ്ടീഷനിൽ പല സംഭവങ്ങളുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം കൊടുക്കുക, ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കുന്നു എന്നുള്ളൂ. ഓക്കെ, ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്. അതെന്താണെന്ന് ഇതിൽ നമുക്ക് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ്, the factors that led to job satisfaction are of the different kind of okay, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആ സെറ്റ് ഓഫ് രണ്ട് സെറ്റ് ഉണ്ടെന്നുള്ളത്. The motivators concerned with the sustaining job satisfaction have much long lasting effect than the hygiene factors concerned with removing dissatisfaction. ഓക്കെ, അതായത് ഈ ഹൈജീനിക് കേസിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ ഹൈജീൻ ഫാക്ടേഴ്സ് നമുക്ക് തീർക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തീർക്കാം. എന്നാൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവണം. ഹൈജീൻ ഫാക്ടേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടാവണം, എന്നാൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും കൂടി ഉണ്ടായാലേ അത്തരത്തിലുള്ള ഓർഗനൈസേഷന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ രണ്ട് തിയറിയിൽ നമുക്ക് ഈ വീഡിയോ നിർത്താം. അടുത്തത് ഡഗ്ലസ് മെക്ഗ്രിഗറിൻ്റെ X and Y തിയറിയാണ്. വളരെ ചെറിയ തിയറിയാണ്, അടുത്ത വീഡിയോയിൽ ഇടാം.